ഇന്ന് അനക്ക് എത്ര കെ ആയി? 9K ആയതുകൊണ്ട് ഞാൻ വാങ്ങി തന്നാണ് എനിക്ക് സ്പെഷ്യലായിട്ട്. 10K ആകുമ്പോൾ വേറെ എന്തെങ്കിലും വാങ്ങി തരുന്നുണ്ട്. അതാണ് ആഗ്രഹം അല്ലേ? ട്രൈ ചെയ്യാം. നമ്മൾ ഇന്നാളെ ആലപ്പുഴയിൽ നിന്ന് വാങ്ങിയ ഡെവിൽസ് ചോക്ലേറ്റ് ആണ്. പക്ഷെ ആ ഡെവിൽസും ആയില്ല, പിശാചും ആയില്ല എന്നുള്ള രീതിയിലായി പോയി. നഷ്ടമായിപ്പോയി. എന്ത് തോന്നുന്നു? 9K ഒക്കെ ആയി. ഇന്നിപ്പോ എത്രയോ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടി അല്ലേ? ഓ ബിഗ് ഫാൻ മൊമെന്റ്. 9K ആയപ്പോ ഒരു പൊട്ടറ്റോ ഇന്നതിന്റെ അവസ്ഥയാണ് കാണുന്നത്. ചുണ്ടൊന്ന് പൊട്ടി പറഞ്ഞിട്ടുണ്ട്. 9K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. 9 പോയിന്റ് സംതിങ് ആയി. അപ്പം ഒരു എന്താണ് മാളിലൊക്കെ പോയി ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ചു. ഇന്നിവിടെ പറയൂ, എന്താണ് അഭിപ്രായം? ഞാനിവിടെ 2-3 ദിവസമായി കാറി വിളിക്കുന്നു, എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണല്ലേ. ഇവരാരും എനിക്ക് എന്താ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈഡും ചിക്കനും വേണമെന്ന് പറഞ്ഞായിരുന്നു. അതില്ല, അത് ഫ്രൈഡ് ചിക്കൻ വാങ്ങിത്തല്ലെങ്കിലും ഫ്രൈസ് എങ്കിലും വേണമെന്ന് പറഞ്ഞിരുന്നു. ഇവർ തിരിഞ്ഞു പോയിട്ട് നേരെ പോലും നോക്കാത്ത നടക്കുന്നു അച്ഛനും അമ്മയൊക്കെ. അപ്പം ഇന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മയ്ക്ക് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞ് ചിക്കൻ വേണമെങ്കിൽ നോക്കാന്ന്. പിന്നെ അച്ഛനടുത്ത് പോയി പറയാണ് മോക്ക് ഫ്രൈഡ് ചിക്കൻ വേണമെന്ന്. അല്ലേ അമ്മേ? അച്ഛൻ അന്നോട്ടെ പോയി വാങ്ങിച്ചോന്ന് പറയുന്നുണ്ടായിരുന്നു. അത് വെറുതെ ഞാൻ ഇവിടുന്ന് വാശി വെച്ച മുകളിൽ പേരുടെ വാതിലൊക്കെ അടച്ചു നോക്കി ആരും തിരിഞ്ഞു നോക്കിയില്ല. എന്നെ ആർക്കും വേണ്ട. അന്ന് ഒരാൾ മാത്രമേ തിരിഞ്ഞു നോക്കുള്ളൂ. കണ്ണൻ വന്നിട്ട് ഇന്ദുമോൾ എന്ത് 2-3 പ്രാവശ്യം തപ്പി. 9K സബ്സ്ക്രൈബേഴ്സ് ആയി. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പേജിൽ 9K സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം 0 തൊട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഇവൾക്കിപ്പോൾ 9K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഇനിയിപ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ അതൊന്നുമല്ല, ഒരു കേയും കൂടെ കൂടിയ ഡെവിൾസ് ചോക്ലേറ്റ് നമുക്ക് കിട്ടും. 9K സബ്സ്ക്രൈബേഴ്സ് 10K ആയ നാളെ ഡെവിൾസ് ചോക്ലേറ്റ്. അതാണ് പ്ലാന്. അമ്മയ്ക്ക് എന്ത് തോന്നുന്നത്? ദേവുവിന് ഇങ്ങനെ 9K 10K ആവാൻ പോവാണ്, ഇങ്ങനെ ഇനി സൂൺ 100K ആവാൻ എന്ത് തോന്നുന്നു അമ്മയ്ക്ക് അവളെ കാര്യത്തിലും ഇതിലൊക്കെ? ദേവുനും വേഗം മോണിറ്റൈസേഷനൊക്കെ ഓണായിട്ട് വേഗം തന്നെ ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വരട്ടെ. അപ്പം കുറച്ചും കൂടെ നല്ലതല്ലേ ദേവുട്ടിയെ? അതെ അതെ അതെ, അഡീഷണൽ ഇൻകം കിട്ടിയിട്ട് വേണം ദേവു എനിക്ക് എന്തെങ്കിലും വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞത്. ഇതുവരെ ഒന്നും വാങ്ങി തന്നിട്ടൊന്നുമില്ല. എന്താ അയ്യോ ചൊപ്പായി ദേവു? ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വാങ്ങി തന്നാ മതി. എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, വെറുതെ പറയുന്ന കേട്ടോ. എനിക്ക് എല്ലാ സാധനവും മക്കളൊക്കെ. ചേച്ചിക്ക് ഒരു മന്തി മതി കേട്ടോ. അങ്ങനെ ഫുഡ് എന്താ വേണ്ടെന്നാ? ഫുഡൊന്നും വേണ്ട, നമുക്കെല്ലാവരും കൂടെ ഇടയ്ക്കൊന്ന് പുറത്തു പോവുക, അതൊക്കെ സന്തോഷം. എല്ലാവരും കൂടെ ഇവിടെ ആഴ്ചയിൽ ഒരിക്കലും എന്തായാലും പുറത്ത് പോകാറുണ്ട്, പൈസ ചെലവാക്കാറുണ്ട്. നിങ്ങൾ പറയുന്ന കേട്ടോ. അല്ല എന്നാലും അത് അല്ല, പുറത്തു പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാരും കൂടെ ഒന്ന് പുറത്തു പോവുക, അതൊരു ഭയങ്കര ഒരു വൈബാ. കുറച്ച് സമയം കുറച്ചാലും മുന്നത്തേക്ക് ആലോചിച്ച് നോക്കി, നമ്മള് പുറമെ പോവാറുണ്ടായിരുന്നു. ഇല്ല, ഇപ്പോഴും പോകുമ്പോ ഒരു ഒരു സന്തോഷത്തിലേക്ക് ഇങ്ങോട്ട് എത്തണം. എന്താ അതെന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ചേച്ചി മൈക്കുടിക്ക്? അല്ല, ഇപ്പൊ നമ്മള് എല്ലാ ആഴ്ചയില് 1-2 ദിവസം ഒക്കെ പുറത്തു പോലുണ്ട്. എല്ലാരും കൂടെ ഒരു ദിവസം. പിന്നെ നമ്മളിടയ്ക്ക് പോലുണ്ട് പറ്റുമ്പോഴൊക്കെ. അതാണ് ഹാപ്പിനെസ്, അതിലാണ് ഹാപ്പിനെസ് ഉള്ളത്. അല്ലാതെ വേറെ ഇതിലൊന്നും അല്ല. പിന്നെ മോണിറ്റൈസേഷൻ നമുക്ക് എല്ലാവർക്കും ഒരു അഡീഷണൽ ഇൻകം ആവശ്യമാണല്ലോ. ഒരു മെയിൻ ഇൻകം കൂടാതെ ഒരു അഡീഷണൽ ഇൻകം, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല വേറെ ഒന്നുമില്ല. പിന്നെ ചെയ്യാൻ ഇപ്പോൾ താല്പര്യമുണ്ട് വീഡിയോ എടുക്കാൻ. പിന്നെ ചേച്ചിയുടെ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ എന്താ പറയുക, വീട് ഫുൾ നിറഞ്ഞു നിൽക്കുകയാണ്. അല്ല അങ്ങനെയല്ല കേട്ടോ, ഇവിടെ ആളൊച്ച അനക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ട് ഉണർന്ന് നിൽക്കാൻ പറയൂലേ, ഇപ്പം ആ അവസ്ഥയാണ്. ഇപ്പോൾ വീട് ഫുള്ള് അടിപൊളിയാണ് ഇല്ലേ? ഇനി ഞങ്ങൾക്ക് അടുത്ത ദിവസം വാട്ടർ ബലൂൺ എറിഞ്ഞ് കളിക്കാണ്ട് ആലോചിക്കണേ. അതെ, വാട്ടർ ബലൂൺ അന്ന് ഓണത്തിന് കളിക്കണത് ചേച്ചി നടന്നില്ല. ഇനി അടുത്ത അതാണ് കളിക്കാനുള്ളത്. കസേരകൾ കളിക്കാനുണ്ടായിരുന്നു, പല കളികളും അന്ന് നടന്നില്ല. ഇനി അതൊക്കെ കളിക്കാനുണ്ട്. പിന്നെന്താ ഇപ്പം പറയുക? പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. 9K കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. ഇത്ര പെട്ടെന്നാവുമെന്ന് വിചാരിച്ചില്ല, അത്ര തന്നെ. പക്ഷെ എന്തോ പെട്ടെന്ന് ആവുന്നുണ്ട്. എത്ര വീഡിയോസ് ഇട്ട് മൊത്തം? 40-50 വളരെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ട് പെട്ടെന്ന് റീച്ച് കയറിയ ഒരു പേജാണ്. ലെങ്ത് വീഡിയോ ഒരു 5 എന്തോ ഇട്ടിട്ടുള്ളൂ, 4 എന്തോ ഇട്ടിട്ടുള്ളൂ. ഷോർട്സ് എത്ര ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അറൗണ്ട് 50 വീഡിയോസിൻ്റെ അടുത്ത് ആവുന്നുള്ളൂ പേജിൽ. 61 വീഡിയോസ്. അത്ര വീഡിയോസ് ആയപ്പോഴേക്ക് തന്നെ ഓക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി. ഞാനിപ്പോൾ എൻ്റെ നന്ദുട്ടൻ വ്ളോഗ് ആയാലും ഐഡൽ നന്ദുട്ടനായാലും പിന്നെ
ഞാമുക്കത്തുകാരി ആയാലും ശരണ്യ പുതിയ അടുത്തായാലും ഞങ്ങൾക്ക് മൊത്തം ഇപ്പോൾ 4 പേജുണ്ട്. ആ 4 പേജിൽ ഏറ്റവും കുറവ് വീഡിയോസ് ഇട്ട് ഇത്ര സബ്സ്ക്രൈബേഴ്സ് എത്തിയുള്ള പേജാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ അതിലുപരി ആ മൊത്തം പേജിലും കണ്ടതിനെക്കാട്ടിലും വേറൊരു രീതിയിൽ ആ കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ഇത്ര റീച്ചിലേക്ക് എത്തിയത്. അല്ലാതെ പെട്ടെന്നൊരു രാത്രി കൊണ്ട് ചെയ്തൊരു കാര്യമില്ല. ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെ വീഡിയോ പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് മൊത്തം വോയിസ് ഓവർ വീഡിയോയും പ്ലസ് അല്ലാത്ത രീതിയിലൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ആ വീഡിയോ മൊത്തത്തിൽ പോയേ. അതിൻ്റെ ഒരു മാറ്റം ആ പേജിനുണ്ടേനി. പിന്നെ അതേപോലെ കണ്ടൻറ് വീഡിയോസ് മാത്രമല്ല മ്യൂസിക് റീൽസും അതിനകത്ത് ആഡ് ഓൺ ചെയ്ത് വന്നുകൊണ്ട് കുറേയും കൂടെ ആൾക്കാരിലേക്ക് വീഡിയോ പുഷ് ആവാനും ഡാൻസ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ റീച്ച് കയറാനല്ലേ. അതെ അതെ, അതാണ് അതിൻ്റെ ഒരു ബാക്കിലുള്ളൊരു സംഭവം. നന്ദുട്ടൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു അത്ര തന്നെ. ഞാൻ വോയിസ് ഓവർ കൊടുത്തത് എന്താ പറയുക, അത് കുറേ പേര് വോയിസ് ഓവറിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ സ്ലോ ആയിട്ട്, ഞാൻ നോർമലി സംസാരിക്കുന്ന പോലെ സ്ലോ ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല. കുറേ പേര് വോയിസ് ഓവറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ചിലർ സ്ലോ ആണ് കുറച്ചുകൂടെ സ്പീഡാക്കാമെന്ന് പറഞ്ഞു, ചിലർ ഇങ്ങനെ പറയുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് ഓരോ രീതി, ഓരോ സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിനെ ഇഷ്ടപ്പെടുകയും വെറുക്കുന്നവരുണ്ടാവും. അത് കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുമ്പോൾ കൂടുതൽ റീച്ചും കിട്ടും. അതൊക്കെ ഇതിനകത്തുള്ളൊരു പ്രത്യേകത കേട്ടോ. ശരിക്കും ഓരോ ആൾക്കാരുടെ പ്രസൻറ്റേഷൻ അതിനനുസരിച്ച് വിട്ടുകൊടുക്കണം. ഇപ്പോൾ അനിയത്തിൻ്റെ പ്രസൻറ്റേഷനോ അമ്മേൻ്റെ പ്രസൻറ്റേഷൻ്റെ സ്പീഡ് എനിക്കും ഇന്ദുമോക്കും ഇല്ല. അമ്മേനെ ഞാൻ മുക്കത്തേരി ഫുഡിൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാം, അത്രയും സ്പീഡാണ് അമ്മ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൽ സ്പീഡ് എനിക്ക് നന്ദോട്ടൻ എന്നോട് അങ്ങനെ ചെയ്യണം പറഞ്ഞിട്ട് ചെയ്ത കാര്യം മാത്രം കേട്ടോ. അല്ലാതെ അത്ര സ്പീഡിലൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ അതൊക്കെ എഴുതി വെച്ചിട്ടായിരുന്നു ഞാനത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. എനിക്ക് അല്ലാതെ എനിക്ക് അത്ര സ്പീഡിലൊന്നും കാര്യങ്ങൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർത്തോർത്ത് പറയാനുള്ള കഴിവൊന്നുമില്ല. എഴുതി വെച്ചത് അങ്ങനെ ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് ഇങ്ങനെ വായിക്കുക, അതാണ് ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഒന്നുമല്ല. അത് നന്ദു പറഞ്ഞാൽ അങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വേഗം റീച്ച് കിട്ടും അമ്മേ, അന്ന് അങ്ങനെ ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ആൾക്കാരിലേക്കൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്ന വീഡിയോ. പക്ഷേ വോയിസ് ഓവർ എടുക്കുന്ന കുറച്ച് എന്താ ടഫായ പരിപാടി കേട്ടോ. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നാറ് വോയിസ് ഓവർ എടുക്കുന്നു, പാട്ട് ആഡ് ചെയ്യുന്നതാണ്. ക്യാപ്ഷൻ പിന്നെ ഏട്ടനാ പറഞ്ഞു തരാറ്, അത് ഏറ്റവും ഭയങ്കര പണിയില്ല. എന്താ അറിയില്ല, എനിക്ക് വോയിസ് ഓവർ കൊടുക്കുക, എഡിറ്റ് ചെയ്യുന്ന ഒന്നും കുഴപ്പമില്ല. പക്ഷേ വോയിസ് ഓവർ കൊടുക്കാൻ തുടങ്ങിയാൽ മൊത്തം തെറ്റും പറയുന്നു, ഭയങ്കര തെറ്റിലേക്കും. എന്താ നിൽക്കാറില്ല, ഞാൻ തന്നെ 4-5 തവണ ആണ് ഒക്കെ റെക്കോർഡ് ചെയ്ത് കട്ട് ചെയ്ത് കുറേ ഞാനങ്ങ് ഒഴിവാക്കും. ഒരു 5 ടോയെങ്കിലും ഞാൻ കട്ട് ചെയ്ത് പോക്കും. ഈ ടോപ്പ് പാരമ്പര്യം എൻ്റെ അടുത്ത് കിട്ടിയാണ്. ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്ന ഇവർ കേട്ട് പഠിച്ചപ്പോൾ ഞാൻ പണ്ടൊട്ടേ ടോ പറയുന്നത് എൻ്റെ ടോ ഉണ്ട്, ആ ടോകളാണ് ഇവർ പൊട്ടിക്കുന്നത് ഇപ്പോൾ ഇവരെ പേജിലിട്ടിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കേട്ട് പഠിച്ചാൽ എനിക്കെന്തോ പറയുമ്പോൾ ടോ വരുന്നതാണ്, അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതന്നെ ഓട്ടോമാറ്റിക്കലി എൻ്റെ അടുത്ത് കിട്ടുന്ന അത്. അല്ലാതെ ഇപ്പം ഇങ്ങനെ പറയാം. അത് മാത്രമല്ല, അമ്മ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അമ്മേൻ്റെ ചാനലിൽ അമ്മ വോയിസ് ഓവർ സ്പീഡിൽ കൊടുക്കുന്ന സംഭവം ഞങ്ങൾ ഇന്നേ വരെ ഒരു ചാനലിലും ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടണം, പിന്നെ അങ്ങനെ ഒന്നും ഇന്നേ വരെ ഞാൻ ആരോടും ലൈക്ക് ചെയ്യണമെന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറയാറേ ഇല്ല. അത് ഭയങ്കര ഡിഫറെൻറ്റ് തിങ്ങാണ്. നമ്മൾ ശരിക്കും പറയേണ്ട ആവശ്യമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ താല്പര്യമുള്ളവർ മാത്രമേ നിങ്ങളെ വീഡിയോ കാണുള്ളൂ. അത് 110% അങ്ങനെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഇന്ന കൂട്ടുകൂടുകയോ കൂട്ടിക്കൊടുക്കുകയോ അങ്ങനെയൊന്നും പറഞ്ഞ് ആരോടും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ സ്പീഡിലുള്ള പ്രസൻറ്റേഷനുള്ള അമ്മേൻ്റെ പേജിൽ സ്പീഡിൽ പ്രസൻറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ ആകെ ശ്രദ്ധിച്ച് 15 സെക്കൻഡ് കൊണ്ട് എങ്ങനെ ഒരു ഫുഡിനെ പ്രസൻറ്റ് ചെയ്യാം, 30 സെക്കൻഡ് കൊണ്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, 1 മിനിറ്റിൽ എങ്ങനെ ടൈം എടുത്ത് കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് പറയാം. അമ്മേൻ്റെ ഒരു കുക്കിംഗ് ചാനലാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവളെ പേജാണെങ്കിൽ പോലും ഞാൻ അതിൽ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് 1 മിനിറ്റ് അല്ല, അതിലെനിക്ക് തോന്നുന്നു അല്ലല്ല, അതിൽ 1 മിനിറ്റിൽ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ അത്രയും ഫാസ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്തത്. അതുപോലെ കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത് പ്രസൻറ്റ് ചെയ്തത്. അതൊക്കെ പിന്നെ അത്ര അധികം വേർഡ്സ് ഇല്ല. പക്ഷേ ഇത് ബിരിയാണീൻ്റെ ഒരു റെസിപ്പി ഫുള്ളായിട്ട് അതിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് 1 മിനിറ്റിൽ ഞാൻ ആ കാര്യം പറഞ്ഞു തീർക്കുക എന്നുള്ള വലിയൊരു ടാസ്ക്കായിരുന്നു ആ സമയത്ത്. അത് നന്ദുട്ടനോട് അമ്മ അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാനത് ഇരുന്നിട്ട് അത് ആദ്യം തന്നെ ഞാനത് എഴുതിയ ശേഷം അതിനെ അത്രയും ഫാസ്റ്റായിട്ട് കുറേ തവണ പറഞ്ഞു നോക്കും. അതിന് ശേഷമാണ് അതിന് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അയ്യോ ഞാനിത് എങ്ങനെയാണ്. പിന്നെ എന്നോട് പറയാം, അമ്മ കൂടുതൽ കണ്ടൻറ്റുകൾ ഇടണം, കൂടുതൽ അമ്മ ഒരേ വീഡിയോ ഇനിയിപ്പോൾ ഒരു തോരൻ എന്നുള്ള ഞങ്ങളോട് ഉപ്പേരി എന്നാണ് പറയുക. ഒരു ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ഞാൻ 2, 3, 4, 5 ഷോർട്സ് എഴുതുക ഒരു ഉപ്പേരിക്ക്. ഞാൻ വിചാരിക്കുക എന്താ ഒരു ഉപ്പേരിയിൽ ഇത്രയധികം ചെയ്യാനുള്ളത് എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് പോലും അന്ന് അറിയില്ലായിരുന്നു. ഇപ്പം നന്ദു പറയണ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ ഇതെല്ലാം നന്ദുവും കുറേയും കൂടെ
ഇതിലൊക്കെ ഇറങ്ങി മനസ്സിലാക്കി കുറച്ചും കൂടെ കാര്യങ്ങളിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെയൊക്കെ ചാനലുകളെ പറ്റിയിട്ട് ഓരോന്ന് പറഞ്ഞു തരുന്നതും മനസ്സിലാക്കുന്നതും ശരിയാണ് എന്നുള്ളത് ഇപ്പം മനസ്സിലാകുന്നു. ഇപ്പോൾ ദേവു കൂടുതൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. ദേവുവിൻ്റെ പ്രസൻറ്റേഷൻ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചേച്ചീനോട് വിളിക്കുന്ന സമയത്ത് പറയലുണ്ട്, ദേവു പ്രസൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്, കേൾക്കാൻ ഇഷ്ടമാണ്, അവൾ പറയുന്ന കുറച്ചും കൂടെ നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് ദേവുവിൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നോട് വിളിച്ചിട്ട് പറയലുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ കുറച്ചും കൂടെ സന്തോഷമാണ്. വേറൊരു സ്റ്റൈലിലുള്ള ഒരു പ്രസൻറ്റേഷനാണ് ദേവുവിൻ്റെ അടുത്തുള്ളത്. അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ദേവിൻ്റെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. എല്ലാവരും ഞങ്ങളെ ഈ ഒരു ദേവുവിൻ്റെ ഇപ്പോൾ ഈ ഒരു 10K ആവാനായ ഈ ഒരു സമയത്തിലേക്ക് എല്ലാവരും കൂടെ നിന്ന് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. ഞങ്ങളെല്ലാവരും ഫാമിലി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ദേവുവിൻ്റെ ചാനൽ നിങ്ങൾ എന്തിനാ കയറി പറയുന്നതെന്നൊന്നും ചോദിക്കേണ്ട, ദേവുവിൻ്റെ മകളാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം എല്ലാവരും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സത്യം പറഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ 5 പേജിൻ്റെ പറഞ്ഞല്ലോ. 5 പേജിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഞങ്ങൾക്കിപ്പോൾ ചെയ്ത് കിട്ടിയ പേജിൽ നിന്ന് കിട്ടിയ വർക്കിൽ നിന്ന് കിട്ടിയ പ്ലേ ബട്ടൺസാണ്. അപ്പോൾ അത് 3 പേജ് തന്നെയാണ് ലിറ്ററലി പറഞ്ഞാൽ. ഇവരാരും ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. അമ്മ പകുതി വഴിക്ക് ഡ്രോപ്പ് ചെയ്ത് 61K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ അമ്മ ഡ്രോപ്പ് ചെയ്തതാണ് അമ്മേൻ്റെ പേജ്. ഇപ്പോൾ അനിയത്തി ആയാലും 50K സ്റ്റെക്കാണ്. ഇപ്പോൾ ഉള്ള പേജാണ് ഇപ്പോൾ ഞാൻ ത്രൂ ഔട്ട് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഡിറ്റിംഗ് ആയാലും എനിക്ക് എല്ലാ പേജും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല മൊത്തത്തിൽ. അപ്പോൾ ഇവരൊക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അനിയത്തിയൊക്കെ എത്രയോ എഡിറ്റിംഗ് പഠിച്ചു. അനിയത്തി നല്ലോണം എഡിറ്റിംഗ് പഠിച്ച് കുത്തിരുന്നിട്ട് വോയിസ് ഓവർ എടുക്കാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന ഭാഗത്തിലായി. പക്ഷേ ഇവള് റഫ്ലി ആയി വരുന്നുള്ളൂ. വീഡിയോ എടുക്കാൻ പഠിച്ച്, എഡിറ്റിംഗ് പഠിച്ച്, വോയിസ് ഓവർ ഒന്ന് പഠിക്കാണ്ട് അല്ലേ? വോയിസ് ഓവർ കൊടുക്കാനല്ല, വോയിസ് ഓവർ കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനുള്ള അതത്ര എത്തിയില്ല. വോയിസ് ഓവർ പെട്ടെന്ന് കൊടുക്കലുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ പ്രൊഫഷണലി വെഡ്ഡിങ് വീഡിയോഗ്രാഫറാണ്, ഇപ്പോൾ എഡിറ്ററാണ്. ഞാൻ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഫ്രം സ്ക്രാച്ച് 0 തൊട്ട് യൂട്യൂബ് നോക്കി പഠിച്ചാണ്. യൂട്യൂബിൽ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു കോഴ്സിനും പോകേണ്ട ആവശ്യമില്ല. വൃത്തി കുത്തിരുന്ന് യൂട്യൂബിൽ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ ഒരു 2 വർഷം എടുത്ത് പഠിച്ചാൽ മാത്രം മതി. ലൈഫ് ടൈം കരിയറാണ്, നിങ്ങൾക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അല്ലേ അമ്മേ? അതെ, തീർച്ചയായിട്ടും നന്ദു ഒരുപാട് സമയം വീടിൻ്റെ ഉള്ളിൽ അവൻ്റെ ആ ഒരു നല്ല ടൈം മുഴുവനും വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് അവൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുകയായിരുന്നു. എൻ്റെ ആ ഒരു കുക്കിംഗ് ചാനലിലെ വീഡിയോ ആണ് ഇവൻ കൂടുതലായിട്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ 5ഉം 6ഉം ഷോർട്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതേപോലെ വീഡിയോ എടുത്ത് അവൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്നവർ ചോദിക്കും, എങ്ങനെയാണ് നീ ഈ ശബ്ദം ഇങ്ങനെ കേട്ടിരിക്കുന്നത്? ഞാനും അവനോട് ചോദിക്കും, മോനെ ഈ ഇങ്ങനെ രാവിലെ തൊട്ട് ഈ രാത്രി കിടക്കുന്നവരെ എൻ്റെ ശബ്ദം തന്നെ പല രീതിയിൽ പറയുന്നത് ഇവൻ ഇത് തന്നെ കേട്ടിരുന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നു. ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു, എങ്ങനെയാണ് മോനെ നിനക്കിതിന് കഴിയുന്നത്? വേറെ ആരെങ്കിലാണ് ഇട്ട് ഓടിപ്പോവില്ലേ? ബാക്കി സമയം അവൻ കൂടുതൽ എഡിറ്റിങ് പഠിക്കുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാകുമ്പോൾ നമ്മൾ ചെയ്യും. നമുക്ക് ഒരു പാഷൻ വേണം എന്നുള്ള സത്യം. ഇപ്പോൾ ഇവരെ പേജിൽ 0 സബ്സ്ക്രൈബേഴ്സ് തൊട്ട് ഇപ്പോൾ 10K ആകുമ്പോൾ പോലും ഉറുപ്പ്യ പോലും കിട്ടിയില്ല ഇവിടെ പോയിന്ന്. എല്ലാവരും വിചാരിക്കും ലക്ഷങ്ങൾ ഏണയുണ്ട്, ഗീവ് അവേ ഒക്കെ ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ. ഉറുപ്പ്യ പോലും കിട്ടുന്നില്ല. ഇവക്ക് പൈസ കിട്ടുന്നത് എന്തായാലും ഇവക്ക് ഇവിടെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ. അതിൽ നിന്ന് ഇപ്പോൾ ഒന്നും കിട്ടി തുടങ്ങിയില്ല. ഗീവ് അവേ ഒന്നും ചെയ്യാൻ ഗീവ് അവേ ആരും ചെയ്യുന്നുമില്ല. വേറൊരു കാര്യം, പൈസ കിട്ടുന്ന എല്ലാം എടുത്ത് ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ വ്ളോഗിലൂടെ ഞാൻ ചെയ്യുന്ന അത്ര തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ചില കാര്യങ്ങൾ 1-2 കാര്യങ്ങളൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് പേഴ്സണലി പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല. കുറേ ആൾക്കാർ പേഴ്സണലി ഹെൽപ്പ് ചോദിക്കുമ്പോൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നി നല്ലതാണ്, ചെയ്താൽ നന്നാവുമെന്ന് വിചാരിക്കുമ്പോൾ ഒത്തിരി എമൗണ്ട് അയച്ചു കൊടുക്കാറുണ്ട്. അല്ലാണ്ട് ഞാൻ വലിയ ചാരിറ്റി പോലൊന്നും ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ ഒരു കണ്ടൻറ് ക്രിയേറ്ററായി ഒരു ഇൻഫ്ലുവൻസറായി ലൈഫ് മുന്നോട്ടേക്ക് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലും യൂസ് ചെയ്യുക, മോശമായിട്ടും യൂസ് ചെയ്യുക. നിങ്ങളെ കണ്ടൻസ് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുക. അതാണ് എൻ്റെ രീതി. ഞാനിപ്പോൾ ആലോചിക്കുക, ഞാനിപ്പോൾ 0 തുടങ്ങി ഓരോ പേജും വളർത്തിക്കൊണ്ടുവരുമ്പോൾ എനിക്ക് അതിനകത്ത് പൈസ അല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു പേജിനെ ഫ്രം സ്ക്രാച്ച് കൊണ്ടുവരാം, ഫ്രം 0 എനിക്ക് കൊണ്ടുവരാമെന്നുള്ള എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഓരോ പേജും, ഇപ്പോൾ അനിയത്തിൻ്റെ പേജ് ഞാൻ ഒരു മാസം കൊണ്ട് എനിക്ക് 50K എത്തിക്കാൻ പറ്റി. ഒറ്റ മാസം കൊണ്ട്. ഇവളെ പേജും ഇപ്പോൾ ഒരു മാസം, ഇവ കുറച്ച് ദിവസം ഇവിടെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച 1.5 ആഴ്ച അല്ലേ, 1.5 ആഴ്ചകൊണ്ടാണ് 10K സബ്സ്ക്രൈബേഴ്സ് എത്തിച്ച്. ഇനിയിപ്പോൾ ഒരു അടുത്ത പേജ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് 100K എത്തിക്കണം എന്നുണ്ട്. ഇപ്പോൾ അനിയത്തിൻ്റെ പേജായാലും ഇപ്പോൾ 100Kയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്ലേ ബട്ടൺ വരും, ഇവക്കായാലും വരും. അപ്പോൾ ഇവരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ റവന്യൂ കിട്ടും. പ്ലേ ബട്ടൺ ഒരു ഇതല്ല,
അതൊരു റിവാർഡാണ് അവർ തരുന്നത് ഇങ്ങനെ ചെയ്തതിനുള്ള സംഭവം. ഒരുപാട് സംസാരിച്ച് എനിക്ക് എന്താ ഇനിയിപ്പോൾ 10K ആയിട്ട് എന്താ പ്ലാന്, സബ്സ്ക്രൈബേഴ്സായി, മോണിറ്റൈസേഷൻ ഓണായി ആദ്യത്തെ പൈസ എന്ത് ചെയ്യും? അറിയില്ല, എനിക്ക് കുറേ അത്യാവശ്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ പൈസ അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എന്തായാലും കിട്ടുന്നതിൽ നിന്നൊരു പോർഷൻ വീട്ടിൽ കൊടുക്കണം. ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാനുള്ളത് യൂസ് ചെയ്യുക, അങ്ങനെയേ ഉള്ളൂ. എന്തായാലും എന്ത് കിട്ടിയാലും ഒരു പോർഷൻ വീട്ടിൽ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അത് മുടങ്ങാതെ ചെയ്യാൻ പറ്റണം, അത്ര തന്നെ. അല്ലാതെ പ്രത്യേകിച്ച് വേറെ പ്ലാനൊന്നും ഇല്ല എന്ത് ചെയ്യാം എന്നുള്ളതൊന്നും. MSc കിട്ടിയ MSc കിട്ടിയപ്പോൾ ഇനി അതിന് വേണ്ടി പഠിക്കാൻ പോവും, MSc എടുക്കാൻ പോവും. ഇപ്പോൾ പണിയൊക്കെ നിർത്തി ഫുള്ളി MScയിലേക്ക് പോവുകയാണ് ആൾ. അപ്പോഴേക്കും ഇവർക്ക് ഒരു യൂട്യൂബിലൊരു പേജായി, ഇനി അതൊക്കെയായിരിക്കും വരിക അല്ലേ? അതെ, ഇനിയിപ്പോൾ MSc പഠിക്കണം, അത് കഴിഞ്ഞ് എവിടെയെങ്കിലും പഠിപ്പിക്കാൻ കയറണം, പിന്നെ പിള്ളേരെ പഠിപ്പിക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അമ്മ എന്തോന്നും ഇവിടെ പേജ് എങ്ങനെ ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ പറ്റും? ദേവു ഇനിയിപ്പം ഇതിലിപ്പം ഹോസ്പിറ്റലിൽ പോകുന്നത് നിർത്തിയിട്ട് അവൾ MScക്ക് പോകുന്ന സമയത്ത് അവൾക്ക് അവിടുന്ന് എങ്ങനെ വീഡിയോസ് ചെയ്തിട്ട് കുറച്ചും കൂടെ അതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ഡീറ്റെയിൽ ചെയ്യുന്ന തരത്തിലും അങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് എന്നും വീഡിയോസൊക്കെ ചെയ്യുക. ഞാനതാണ് എനിക്ക് ദേവുവിനോട് അതാ പറയാനുള്ളത്. അതിൽ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ടും കൂടെ യൂട്യൂബിന് വേണ്ടിയും കൂടെ മാറ്റി വെക്കുക. പഠിക്കുന്നതും അവളെ യാത്രകളുണ്ടാകും അതും എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുക. പഠിക്കാനും കുറേ പഠിക്കാനുണ്ടാകും എന്നുള്ള അറിയാം. എന്നാലും ഇതിനും കൂടെ കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് ദേവുവിനോട് പറയാനുള്ളത്. ഞാൻ ഇവളെ പേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്നത് 5 മിനിറ്റാണ്. എനിക്കത്രയേ ഉള്ളൂ ഈ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ. അങ്ങനെയല്ല കേട്ടോ, ഒരു അഹങ്കാരമല്ല, എൻ്റെ കോൺഫിഡൻസ് ആണ്. എനിക്ക് തോന്നുന്നു ലിറ്ററലി മാസമൊക്കെ വർഷം കഴിയുമ്പോൾ ഒരു 15,000-20,000 എൻ്റെ വീഡിയോസ് എഡിറ്റിംഗ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടാവും. ഒരു കുറഞ്ഞ 5 വർഷം കൊണ്ട് ഇത്ര വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത്. വലിയ എഡിറ്റിംഗ് ഒന്നും വേണ്ട, ബേസ് ആയിട്ടുള്ള എഡിറ്റിംഗ് മാത്രം മതി. ബാക്കിയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ആളെ കയ്യിലാണ് വീഡിയോൻ്റെ ഇത്. അതിപ്പോൾ എത്ര വലിയ നല്ല ഇൻഫ്ലുവൻസർ എടുത്തേക്കാലും ഭയങ്കര വലിയ വീഡിയോ ഒന്നും വേണ്ടി വരില്ല വൈറലാവാൻ വേണ്ടിയിട്ട്. സിമ്പിളായിട്ടുള്ള ഒറ്റ സ്റ്റഡി വെച്ച ക്യാമറ ഷോട്ടൊക്കെയാണ്. ഇപ്പോഴായാലും ഇപ്പോൾ റിസ്വാൻ ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്, ഒരു ഫുട്ബോൾ പ്ലെയറാണ്. ഫുട്ബോൾ വേറെ അല്ല, ഫുട്ബോൾ ഇങ്ങനെ എന്തൊക്കെയോ അങ്ങനെ കളിക്കുന്നൊരു, ഇപ്പം ഏറ്റവും റെക്കഗ്നൈസേഷനിൽ ഇപ്പോൾ അർജൻറ്റീനയിലൊക്കെ പോയി നിൽക്കുകയാണ് ആൾ. അപ്പോൾ ആളെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബോൾ ഇങ്ങനെ കിക്ക് ചെയ്യുന്ന വീഡിയോ നേരെ എന്നിട്ട് ഇതിലേക്ക് ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകും. ആ വീഡിയോ 500 ചില്ലറ മില്യൺ വ്യൂസാണ്. ലോകത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് കണ്ട വീഡിയോസ് എന്നുള്ള രീതിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് കയറിയൊരു പയ്യനാണ്. അപ്പോൾ ഒരു സിംഗിൾ ഷോട്ട് മതി, ആ കാര്യം മുമ്പ് പറയാൻ പറ്റിയാൽ മതി. ആ വീടിൻ്റെ അകത്ത് ആ സ്റ്റോറി നിങ്ങൾക്ക് ടെൽ ചെയ്യാൻ പറ്റിയാൽ മതി. അതിപ്പോൾ മ്യൂസിക്കിലൂടെ ആണെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് സ്പ്രെഡ് ആവും. പക്ഷേ ആ വെർത്തായിരിക്കണം ആ വീഡിയോ. കാണുന്നവർക്ക് കണ്ണിന് അത്രയും കുളിർമ നൽകണം എന്ന് പറയുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് വൈറലാവാനുള്ള ചാൻസ് കിട്ടുക. അപ്പോൾ വീഡിയോ അതിൻ്റെ പിന്നെ ദേവൻ എന്തെങ്കിലും പറയണ്ടോ? അല്ല, ഇനിയും നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ കമൻറ്റിൽ പറയുന്നുണ്ടല്ലോ, നമ്മളതൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നിയ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും പുതിയ ഓരോ വീഡിയോസ് ഇടുന്നത്. അതിപ്പോൾ ഇന്ന് തന്നെ ഒരു വീഡിയോ ഇട്ടപ്പം ഭയങ്കര നോയ്സാണെന്ന് കുറേ കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഇനി തൊട്ട് അത് ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിൽ വണ്ടിയിൽ ഇരുന്നിട്ട് കൊടുത്ത വോയിസ് ആയിരുന്നു, സ്കൂട്ടറിൽ ഇരുന്നിട്ട്. അപ്പോൾ അതാണ് ആ നോയ്സ് അങ്ങനെ വന്നത്. പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കും, അങ്ങനെ വരാതെ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ കമൻറ്റിൽ ഇടുന്ന നോക്കിയിട്ട് മാറ്റം വരുത്തേണ്ട പല കാര്യങ്ങളും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അടുത്തടുത്ത് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് MScക്ക് വേണ്ടി പഠിച്ചത്, അതിൻ്റെ ഒരു സ്റ്റഡി റുട്ടീൻ എന്താണെന്ന് പറയാമോ, എങ്ങനെയാണ് സെറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ കുറേ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരണമെന്നുണ്ട്. അത് പിന്നെ ഒരു വെയിറ്റ് ലോസിൻ്റെ കാര്യമൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ വേറൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു തരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതെന്തായാലും ഉടനെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ബൈ. ബൈ പോരെ. എല്ലാവരോടും നന്ദി പറയും. നന്ദി പറയണ്ടേ? നന്ദി നമസ്കാരം. അല്ല, എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുന്നവരോടും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഫാമിലിയിലേക്ക് വരുന്നവരോടൊക്കെ അത് തന്നെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം എല്ലാവരും അവരവർക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയുന്നത് അവരവരുടെ റൈറ്റാണ്, അഭിപ്രായം പറയാന്നുള്ളത്. അപ്പം അതിനൊരുപാട് നന്ദിയുണ്ട്. വീഡിയോസ് കാണുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. അതെ, കാണുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാണല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, അതിനും ഒരുപാട് നന്ദിയുണ്ട്. ബൈ ഫ്രം ദേവു.